CPIM കൊല്ലം സമ്മേളനം ആവേശകരവും ചർച്ചകൾ ഫലപ്രദവുമെന്ന് സംസ്ഥാന സമിതി അംഗം ചിന്ത ജെറോം. നവകേരള നിർമ്മിതിക്ക് പുരോഗമന കാഴ്ചപ്പാടോടെ നയരേഖ രൂപപ്പെട്ടതായും അവർ ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു. കൊല്ലത്ത് നടക്കുന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സമിതി അംഗമായി കൊല്ലത്തിന്റെ ചിന്ത ജെറോം തുടരുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു സമ്മേളനം? സമ്മേളനം വളരെ ആവേശകരമായിരുന്നു. അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉയർന്നു വരുന്ന ചർച്ചകളും അതിനെക്കുറിച്ചുള്ള നയരേഖ രൂപീകരിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു വരുന്ന ഡിസ്കഷൻസ് എല്ലാം വന്നു. ബഹുമാനായ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ സെക്രട്ടറിയും അത് സംബന്ധിച്ച മറുപടിയെല്ലാം നൽകുകയും ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു രേഖ തന്നെ നമുക്ക് ലഭ്യമാകുന്ന വിധത്തിലേക്ക് ഈ സമ്മേളനം മാറിയിട്ടുണ്ട്. ഇപ്പം നവകേരള നിർമ്മിതിക്ക് പുതിയ പുതിയ സാധ്യതകൾ തുറന്നു തരുന്ന വിധത്തിലേക്ക് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കൂടി ചേർന്ന് ഒരു പുരോഗമന കാഴ്ചപ്പാടോടുകൂടി മുമ്പോട്ട് പോവുകയാണ്. പുതിയ മുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാന സമിതിയും അതുപോലെ സെക്രട്ടേറിയറ്റും ഒക്കെ. എങ്ങനെയാണ് അത് ഒരു മൂന്നാം വട്ടവും പിണറായി സർക്കാർ വരാനുള്ള അധികാര തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണോ? തീർച്ചയായിട്ടും കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് കേരളത്തിലെ അടിസ്ഥാനവർഗ ജനങ്ങളും അതോടൊപ്പം തന്നെ കേരളത്തിലെ പൊതു സമൂഹം ആകെ ആഗ്രഹിക്കുന്നത് ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തുടർച്ചയാണ്. അത് തീർച്ചയായും ഉണ്ടാകും. മൂന്നാം ഗവൺമെന്റ് തീർച്ചയായും അധികാരത്തിലെത്തും എന്നുള്ള ശുഭപ്രതീക്ഷയാണ്. കാരണം ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്ന ഒരു നയങ്ങൾ, ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്ന ജനപക്ഷ നിലപാടുകൾ, ഇതിനെല്ലാം വലിയ സ്വീകാര്യതയാണ്. ഇടതുപക്ഷ ഗവൺമെന്റിനാണ് ഈ കേരളത്തെ മുമ്പോട്ട് നയിക്കാൻ കഴിയുന്നതെന്നുള്ള തോന്നൽ സാധാരണ ജനങ്ങൾക്കുള്ളിലുണ്ട്. അത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ നമുക്ക് അനുകൂലമായി തന്നെ വരും. തീർച്ചയായിട്ടും 30 വർഷത്തിന് ശേഷം നടക്കുന്ന ഈ കൊല്ലം സമ്മേളനം അക്ഷരാർത്ഥത്തിൽ ഒരു ചെങ്കടലായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്ത് നിന്നും നീരജ് ലാലിനോടൊപ്പം ബി ശ്രീകുമാർ.